പാനൂരിൽ പൊട്ടിയ ബോംബിന്റെ പ്രഹരശേഷി കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഇമ്പാക്ട് 10 മടങ്ങ് വർദ്ധിക്കും. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM ആണ്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായി ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇവർ 4 പേരും CPM പ്രവർത്തകരാണെന്ന് വാർത്ത വന്നു. പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യം തള്ളി രംഗത്തും വന്നു. 4 പേർക്കും CPMുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. എന്നാൽ CPMനെ പ്രതിക്കൂട്ടിൽ അകപ്പെടുത്തുന്ന സംഭവമാണ് പിന്നീടുണ്ടായത്. സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട്ടിൽ CPM നേതാക്കളെത്തി. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ, പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം A അശോകൻ എന്നിവരാണ് ഷെറിന്റെ വീട്ടിലെത്തിയത്. എന്നു മാത്രമല്ല, കൂത്തുപറമ്പ് MLA KP മോഹനനും ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഷെറിനുമായും ബോംബ് നിർമ്മാണവുമായും പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് CPM ആവർത്തിക്കുന്നതിനിടെയാണ് CPM നേതാക്കൾ മരിച്ച യുവാവിന്റെ വീട് സന്ദർശിച്ചത്. നേരത്തെ ഷെറിന് CPMുമായി ബന്ധമില്ലെന്ന് പാനൂർ ഏരിയ കമ്മിറ്റി തന്നെ വിശദീകരിച്ചിരുന്നു. MLA എന്ന നിലയിലാണ് ഷെറിന്റെ വീട്ടിൽ പോയതെന്നാണ് KP മോഹനന്റെ വിശദീകരണം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുന്നോത്തുപറമ്പ് മുളിയാത്തോട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചത്. ഈ സ്ഫോടനത്തിലാണ് ഷെറിൻ കൊല്ലപ്പെട്ടത്. 3 പേർക്ക് പരിക്കേറ്റു. മുളിയാത്തോടിലെ വലിയ പറമ്പത്ത് വിനീഷ്, മീത്തലെ കുന്നോത്തുപറമ്പ് ചിറക്കിറാണ്ടിമൽ വിനോദ്, സെൻട്രൽ കുന്നോത്തുപറമ്പിലെ കല്ലായിൻറ്റാവിട അശ്വന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ വിനീഷിന്റെ നില അതീവ ഗുരുതരമാണ്. അശ്വന്തിന്റെ കാലിനും വിനോദിന്റെ കണ്ണിനുമാണ് പരിക്കേറ്റത്. സംഭവത്തിൽ CPMന്റെ പ്രാദേശിക പ്രവർത്തകരായ 4 പേർ അറസ്റ്റിലായിരുന്നു. ചെറുപറമ്പ് അടുങ്കുടിയവയലിൽ അടുപ്പുകൂട്ടിയ പറമ്പത്ത് ഷബിൻലാൽ, സെൻട്രൽ കുന്നോത്തുപറമ്പിലെ കിഴക്കയിൽ അതുൽ, ചെണ്ടയാട് പാടന്റെ താഴ ഉറപ്പുകണ്ടിയിൽ അരുൺ, കുന്നോത്തുപറമ്പ് ചിറക്കിറാണ്ടിമൽ സായുജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്ന വിമർശനമാണ് പൊതുവെ CPMനെതിരെയുള്ളത്. കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ രാഷ്ട്രീയ എതിരാളികൾ CPMനെ പ്രതിക്കൂട്ടിൽ നിർത്താറുമുണ്ട്. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം CPMനെ വിടാതെ പിന്തുടരുകയാണ്. വടകരയിൽ KK ശൈലജ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോഴും TP ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം വീണ്ടും ചർച്ചയായി. TPയുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് CPM പറഞ്ഞത്. എന്നാൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ അറസ്റ്റിലായിട്ടും പാർട്ടിക്ക് പങ്കില്ലെന്ന പറച്ചിൽ CPM തുടർന്നു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും TPയുടെ രക്തസാക്ഷിത്വം പ്രധാന ചർച്ചാ വിഷയമായി നിൽക്കുന്നു. അതിനിടയിലാണ് പാനൂരിൽ നിർമ്മാണത്തിനിടെ ബോംബും പൊട്ടിത്തെറിച്ചത്. രാഷ്ട്രീയ എതിരാളികൾക്ക് CPMനെ അടിക്കാൻ കിട്ടിയ ഏറ്റവും പുതിയ വടിയാണിത്. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്ത്രപരമായ പുതിയ സംഭവ വികാസങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് CPMന് ഏറെ നിർണായകമാണ്. പ്രകടനം മോശമായ പാർട്ടി ചിഹ്നം പോലും നഷ്ടപ്പെട്ടേക്കാം. CPM അക്രമ രാഷ്ട്രീയം പിന്തുടരുന്ന പാർട്ടിയാണെന്ന ചീത്തപ്പേര് വീണ്ടും വീണ്ടും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക സമൂഹം ആക്രമത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രാകൃതമായൊരു രീതിയായിട്ടാണ് പുതിയ തലമുറ ഇത്തരം സംഭവങ്ങളെ കാണുന്നത് പോലും. പാനൂരിൽ പൊട്ടിയ ബോംബിന്റെ പ്രഹരശേഷി കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചേക്കാം. കാലം മാറിയെന്നും ആളുകൾ മാറിയെന്നും ഇനി എന്നാണ് CPMനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുക?